السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في القسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. ووقفنا എവിടെ നിർത്തിയത്? تمرين رقم 9. 9ാമത്തെ എക്സർസൈസിലാണ് നമ്മൾ നിർത്തിയത്. تأمل المثال ثم أكمل الناقص. ഉദാഹരണത്തെ കുറിച്ച് ചിന്തിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക, തുടർന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇയ്യാക്കയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇയ്യാക്ക ഇയ്യാക്ക എന്ന് പറയുന്നത് ഫിഅലിന്റെ മഫ്ഊലുൻ ബിഹി തഖ്ദീം ചെയ്തതാണ്. ഇയ്യാക്ക എന്താണ്? നഅ്ബുദുവിന്റെ കർമ്മം, അതിന്റെ ഒബ്ജക്റ്റിനെ മുന്തിച്ച് പറഞ്ഞതാണ്. ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ കർത്താവിനെ തന്നെ പറയാണ്. ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ അൻത എന്നാണ്. അൻത എന്നത് മുമ്പേ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അൻത എന്നുള്ള മുമ്പേ പറയണമെങ്കിൽ അതിന് അൻത തക്ദിബ എന്ന് പറയാൻ പറ്റില്ല. നീ ശ്രദ്ധിച്ചോ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. പക്ഷെ അതെന്താണ്? അതൊരു പ്രയോഗം ആയതുകൊണ്ട് ഇയ്യ ചേർത്തിട്ടാണ് അതിന് പറയുന്നത്. എന്തായാലും സർവനാമത്തെ ആദ്യം പറയണം. സർവനാമത്തെ ആദ്യം പറയേണ്ടി വരുന്ന സന്ദർഭത്തിൽ എപ്പോഴും എങ്ങനെയും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റാതെ വരുന്ന സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ കൂടെ ഇയ്യ ചേർത്ത് പറയും. അപ്പൊ ഇതൊരു പ്രയോഗമാണ്. പ്രയോഗത്തിൽ സർവനാമം ആദ്യം പറയണം. ആദ്യം പറയുമ്പോൾ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഇയ്യ ചേർത്ത് പറയും. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് ക്രിയാധാതുവാണ് വരുന്നതെങ്കിൽ വാ ഉണ്ടാകും. മസ്തർ മുഅവ്വലാണെങ്കിൽ വാ ഉണ്ടാവില്ല. ഇയ്യാക്ക വൽ കദിബ്. അപ്പൊ എന്താണ്? ഇയ്യാക്ക വൽ കദിബ് എന്ന് പറഞ്ഞാൽ കളവിനെ നീ സൂക്ഷിച്ചോ എന്നാണ്. കളവിനെ നീ സൂക്ഷിച്ചോ എന്നാണ് പറയുന്നത്. നീ കള്ളം പറയുന്നതിനെ തൊട്ട് സൂക്ഷിച്ചോ എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. ഇയ്യാക്ക അൻ തക്ദിബ എന്നാണ്. അൻ തക്ദിബ. അപ്പൊ അൻ തക്ദിബ എന്ന് പറയുന്നതും കദിബ് എന്ന് പറയുന്നതും രണ്ടും ഒരേ അർത്ഥമാണ്. അൻ തക്ദിബ എന്ന് പറയുന്നത് ക്രിയാധാതു പറയുന്നതിന് തുല്യമായി ക്രിയയും അന്നും ചേർത്ത് ഉപയോഗിക്കുന്നു. അപൂർണ ക്രിയയും അന്നും ചേർത്ത് ഉപയോഗിക്കുന്നു. അപ്പോ അങ്ങനെ വരുന്നിടത്ത് വാ ഉണ്ടാവില്ല. എന്താ പറയാ, മുന്നറിയിപ്പിന്റെ വാ ഉണ്ടാവില്ല. ഇയ്യാക്ക വൽ കദിബ് എന്ന് പറഞ്ഞാൽ അതിനെ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിംഗ്, മുന്നറിയിപ്പ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വാ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അൻ തക്ദിബ, ഇയ്യാക്ക അൻ തക്ദിബ എന്ന് മാത്രം പറഞ്ഞാൽ മതി, വാ ഉണ്ടാവില്ല. തുഹ്ദഫുൽ വാവു, വാവ് കളയപ്പെടും. ഖബലൽ മസ്ദറിൽ മുഅവ്വൽ, മസ്ദർ മുഅവ്വലിന് മുമ്പ് വരുമ്പോ. അപ്പൊ അവസാനം ഇയ്യാക്കും വസ്സിന, ഇതായിരിക്കും അർത്ഥം. ജിനയുടെ ക്രിയ, അപൂർണ ക്രിയ എന്താ വരിക? ജന യസ്നി. വ്യഭിചരിച്ചു. അപ്പോ ഇയ്യാക്കും അൻ
ആണോ? ജന യജിനി എന്നാണ് പറഞ്ഞത്. യജിനിയിൽ എന്താവും? യജിനിയ ഇയ്യാക്കും വരുമ്പോ എന്താവും? യജിനി എന്ന് പറയുന്നത് യഹ്ദി പോലെയാണെങ്കിൽ യാക്കുമാണ്. അൻതസ്നു യജിനി അല്ലേ? യജിനി യജ്നൂന, തസ്നി തസ്നൂന. യാക്കും വരുമ്പോ ബഹുവചനമായി. അതിനനുസരിച്ച് എന്ത് ചെയ്യണം? മാറ്റണം. യാക്ക വന്നപ്പോൾ അൻതക്ദിബ, നീ കളവ് പറയുന്നു. യാക്കും വരുമ്പോൾ അൻതസ്നു, ജിനയെ തൊട്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഇയ്യാക വന്നൗമ വഖ്ത സ്വലാത്തി. ഇയ്യാക എന്ന് വരുമ്പോ ഇയ്യാക്കിയല്ല, ഇയ്യാക. ഇയ്യാക വന്നൗമ വഖ്ത സ്വലാത്തി. നൗമിന്റെ ക്രിയ എന്താ? നാമേനാമു. നാമേനാമു. അപ്പൊ എന്ത് പറയും? തനാമ. നാമ യനാമു യനാമൂന, തനാമു തനാമൂൻ. യാക്ക എന്നല്ലേ പറഞ്ഞു? യാക്ക, നീ സൂക്ഷിച്ചോളൂ. അപ്പൊ ക എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷനാണ്. ഇയാക്കി എന്നാണ് നിങ്ങളെ ബുക്കിലുള്ളത്. ശരി. ഇയാക്കി ആണെങ്കിൽ എന്ത് ചെയ്യണം? തനാമീന. അപ്പൊ അൻ വരുമ്പോ എന്താവും? നസ്ബ് ചെയ്യുമ്പോ എന്താവും? നൂനുകളാണ്. ആനീന ഊനലെ നൂനുകളാണ്. അപ്പൊ ഈന അൻ തനാമി. ഇയാക്കി അൻ തനാമി വഖ്ത സ്വലാത്തി. അടുത്ത് ഇയ്യാകുന്ന. ഇയ്യാകുന്ന വൽ ഹസദ. ഹസദിന്റെ ക്രിയ എന്താ? ഹസദിന്റെ ക്രിയ എന്താ? ഹസദ യഹ്സുദു. തഹ്സുദ്ന. കുഞ്ഞ് വരുമ്പോ നൂനൊന്നും പോവില്ല. ഒരുപാട് പെണ്ണുങ്ങളുണ്ടെങ്കിൽ നൂൻ ഉറച്ചു വയ്ക്കും. അപ്പോ അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഒരുപാട് പെണ്ണുങ്ങളുണ്ടെങ്കിൽ ക്രിയയില് മാറ്റം, നൂനൊന്നും പോവില്ല, അക്ഷരങ്ങളൊന്നും പോവില്ല. ഒരു പെണ്ണെ ഉള്ളെങ്കിലാണ് നൂന് പോണത്. അപ്പോ അൻതഹ്സുദ്ന. ഹസദ യഹ്സുദു. യഹ്സുദു നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ? നമ്മള് ആലിമ്രാനിൽ എവിടെ ഉണ്ട്? ആലിമ്രാനിലെ ബക്രയിൽ എവിടെ പഠിച്ചിട്ടുണ്ട്? അതിന്റെ ക്രിയാരൂപം തന്നെ. ഹസദ് നമ്മൾ ഫലത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത ഒരു കാര്യത്തിലേക്ക് പോയാണ്. അതിൽ നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അതായത് ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, അറബി ഭാഷയ്ക്ക് മൊത്തത്തിൽ ഒരു ഘടനയുണ്ട്. ആ ഘടന അനുസരിച്ചാണ് പോകുന്നത്. അപ്പൊ ആ ഘടന നമ്മളെ മനസ്സിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള ചില സംഗതികളാണ്. അപ്പൊ എന്താണ്? ആഷിർ, അത്തംരീൻ ആഷിർ. അറജു. അറജ് എന്ന് പറഞ്ഞാൽ, അറജ് നമ്മൾ എന്താ പറഞ്ഞത് അർത്ഥം? അറജ്. ليس على الأعمى حرج ولا على الأعرج حرج. മുടന്തൻ. അറജ്.
അറജ്. ലൈം എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ലൈം, മുടന്തൻ. ലൈസ അലൽ അഅ്മ ഹറജുൻ വലാ അലൽ അഅറജ് ഹറജുൻ വലാ അലൽ മരീദ് ഹറജുൻ. അപ്പോ അറജിന്റെ മുഅന്നസ് എന്താണ്? അർജ എന്നാണ്. അപ്പൊ ആ വസിനിൽ, ആ പാറ്റേണിൽ വരുന്ന പദങ്ങൾക്കെല്ലാം എന്തായിരിക്കും, നാമങ്ങൾക്കെല്ലാം എന്തായിരിക്കും, ഇതേ പാറ്റേണിലായിരിക്കും അതിന്റെ സ്ത്രീലിംഗം വരിക. അറജ്. നമ്മള് അബിയൽ പറഞ്ഞല്ലോ, അബിയൽ അതെ, അബിയലിന്റെ സ്ത്രീലിംഗമാണെന്ത്? ബൈള. അതേപോലെ അസ്വദിന്റെ സ്ത്രീലിംഗമാണ് സൗദ. അല്ല, അത് ബഹുവചനമാവ് വരുമ്പോഴത്തേക്കാണ് എന്ത്? അല്ല, അറജും അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എന്താണ്? എന്താണ് ഗൈറു മുൻസരിഫാണ്. ഓക്കെ. പിന്നെ ആൽ വരുമ്പോഴത്തേക്ക് കസ്ര വരും, അത് വേറെ കാര്യം. അതിന്റെ മുഅന്നസ് അർജ. അപ്പൊ അതും എന്താണ്? ഗൈറു മുൻസരിഫ് തന്നെയാണ്. ആ ഇതിൽ അവസാനിക്കുന്ന എല്ലാം ഗൈറു മുൻസരിഫാണ്. ജംഉഹുമാ. അപ്പോ ഇമ്മ മുദക്കറൻ വ ഇമ്മ മുഅന്നസൻ. അത് മുദക്കർ ആയിരുന്നാലും മുഅന്നസ് ആയിരുന്നാലും അതിന്റെ ജംഉഹുമാ, രണ്ടിന്റെ ബഹുവചനം അർജുൻ എന്നാണ്. ബഹുവചനം അർജുൻ. അപ്പൊ ഈ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ കാരണം ഇവിടെ നമുക്ക് പഠിക്കുന്നത്. ഈ വാക്ക് തന്നെ വന്നു കൊള്ളണമെന്നില്ല. ഈ പാറ്റേണിൽ ഏത് വാക്ക് വന്നാലും ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോ അറജു മുഅന്നസുഹു അർജ, അതിന്റെ രണ്ടിന്റെയും ബഹുവചനം ജംഉഹുമാ അർജുൻ. തഖൂലു ഹാദ റജുലു അറജ് വഹാദിഹിൽ മർഅതു അർജാഉ. ഹാദ റജുലു അറജ്, ഈ മനുഷ്യൻ മുടന്തനാണ്. വഹാദിഹിൽ മർഅതു, ഈ പെണ്ണ് അർജ ആണ്. ഹഉലാഇ റിജാലു ഉർജുൻ ഹഉലാഇ നിസാഉ ഉർജുൻ. അത് റിജാലായിരുന്നാലും നിസാ ആയിരുന്നാലും ഉർജാണ്. റജുൽ വന്നപ്പോൾ അറജാണ്, മർഅത്ത് വന്നപ്പോൾ അർജ ആയി, അല്ലെങ്കിൽ ഇമ്രഅത്ത് വന്നപ്പോൾ അർജ ആയി, റിജാൽ വന്നപ്പോൾ ഉർജായി, നിസാ വന്നപ്പോൾ ഉർജാണ്. മർഅത്തിന് പകരം ഞാൻ ഇമ്രഅത്ത് പറഞ്ഞ എന്താ? അൽ വന്നാലേ മർഅത്ത് വരുള്ളൂ, അല്ലാതെ പറയുമ്പം ഇമ്രഅത്താണ്. قال الله تعالى وإن امرأة خافت. النس الجمع، النس وجمع الكلمات التي على هذا الغراء. ഈ രീതിയിൽ വന്നിരിക്കുന്ന, ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ എന്ത് ചെയ്യുക? മുഅന്നസും ബഹുവചനവും പറയുക, സ്ത്രീലിംഗവും ബഹുവചനം പറയുക. അന്നസ് വജിമഅ. ഇതിന്റെ നേരെ ഈ കണക്കിലെന്നാണ്, ഈ കണക്കിലെന്നോ ഇതിന്റെ നേരെയെന്നോ ആണ് അർത്ഥം. ആൻഡ് masculine, feminine, plural of each of the following. അബക്കം. അബക്കം ഖുർആനിലുണ്ടല്ലോ. അഹദുഹുമ അബക്കം. അപ്പൊ അബക്കമിന്റെ സ്ത്രീലിംഗം എന്തായിരിക്കും? ബക്മാന്റെ ബഹുവചനം, അല്ല രണ്ടിന്റെയും ബഹുവചനം ബുക്കുമുൻ. അപ്പൊ മനസ്സിലായില്ലേ? ബുക്കുമുൻ. ഇതൊക്കെ ഒരുപാട് നമ്മൾ ഇതിൽ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതി നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ അതേപോലെ അഹ്റസ്, ഹുവല, ഹുവല, ഖർസാഉ, ഖർസാഉ, ഖർസാഉ,
ദർസ എവിടെ ഉണ്ട് ഞാൻ നോക്കട്ടെ. ദറാസ് അത് പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് അഴ്മയാണ്, അല്ല അഴ്വറാണെങ്കിൽ ആ, അപ്പൊ അഴ്വർ എന്താണ്? ഒറ്റക്കണ്ണൻ. അഴ്വർ ഒറ്റക്കണ്ണൻ. അപ്പൊ അത് സ്ത്രീലിംഗം ഔറാ. അതിന്റെ ബഹുവചനം എങ്ങനെ വരും? ആ, ഊറനാണ്. അതിന് വാവിന് സുക്കുനൊന്നുമില്ല. ആ കണക്കിനാണെങ്കിൽ, നേരത്തെ പറഞ്ഞ കണക്കിനാണെങ്കിൽ വാവിന് സുക്കുനാണ് വരേണ്ടത്. പക്ഷെ വാവിന് സുക്കുൻ വരുന്നിടത്ത് തൊട്ട് മുമ്പ് ലമ്മാണെങ്കിൽ അതിനെന്താകും? വാവുൽ മദ്ദാക്കും. അപ്പൊ എന്തായി? ഊറൻ എന്നാണ് പറയാ. അപ്പോ ആഴ്വർ ഒറ്റക്കണ്ണൻ, ഔറാഉ അതിന്റെ ബഹുവചനം ഔറുൻ. അടുത്തെന്താ? അഴ്മ. ഉമ്യാഉ. ബഹുവചനം എന്ത് വരും? ഉമ്യുൻ. അപ്പൊ നമുക്ക് രണ്ട് വാക്ക് കിട്ടി, സുമ്മും ബുക്കുമുൻ. ബുക്കുമുൻ ഉമ്യുൻ അല്ലേ? സുമ്മ് വരുന്നുണ്ട് ഇപ്പൊ, ബുക്കുമുൻ ഉമ്യുൻ. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഓർമ്മ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം പഠിച്ചു വെച്ചാൽ മതി. അതേപോലെ അഴ്മ, അബുക്കമു, ഇത് രണ്ടും ഖുറാനിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും, അബുക്കമിന്റെയും ഏകവചനവും ബഹുവചനം വന്നിട്ടുണ്ട്. അതേപോലെ ആഴ്മയുടെ ഏകവചനം ബഹുവചനം വന്നിട്ടുണ്ട്. അൻജാഅഹുൽ ആഴ്മ ഏകവചനം വന്നു, ഉമ്യുൻ ബഹുവചനം വന്നു. അപ്പൊ അതേപോലെ അഹ്വറു, വരും. ആദ്യത്തെ അക്ഷരത്തിന് ഫതഹാണ്. ഹൗറാന്റെ അതിന്റെ ബഹുവചനമാണ് എന്ത്? ഹൗറാന്റെ അർത്ഥം എന്താ? ഡാർക്ക് ഐഡ്, ഡാർക്ക് ഐ, ഇരുണ്ട കണ്ണുള്ളത്. ഹൗർ. അപ്പൊ അതിന്റെ ബഹുവചനമാണ് എന്ത്? രണ്ടിന്റെ ബഹുവചനമാണ് ഹൗർ. ഇരുണ്ട കണ്ണുള്ളത്. അത് ഹൗറുൻ ഐനാണ്. ഐൻ എന്താണെന്ന് വരുന്നുണ്ട് ഇനി. ആഴ്മ വന്നു, അഹ്വർ വന്നു, പിന്നെ അഹ്വൽ. അഹ്വൽ അഹ്വൽ എന്ന് പറഞ്ഞാൽ കോങ്കണ്ണൻ. അതിന്റെ ബഹുവചനമാണെന്ത്? ഹൗലാ. അതിന്റെ സ്ത്രീലിംഗമാണ് ഹൗലാ. അതിന്റെ ബഹുവചനമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാണെങ്കിൽ വാവിന് എന്താണ്? വാവുൽ മദ്. വാവുൽ മദ്ദാണ്. അപ്പൊ ഹൗലിൻ എന്നാണ് വരിക. ഓക്കെ, കോങ്കണ്ണൻ. അഹ്വല് കോങ്കണ്ണൻ. സ്ക്വിന്റ് എന്നാണ്, സ്ക്വിൻറ്റൈഡ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. കോങ്കണ്ണനാണോ? സ്ക്വിൻറ്റൈഡ്. ഞാൻ പണ്ട് പറഞ്ഞ് കേട്ട ഓർമ്മ വെച്ച് പറഞ്ഞതാണ്. അപ്പോ അടുത്തത് അസമ്മ്. അസമ്മും അങ്ങനെ തന്നെ ഖുർആനിലുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അസമ്മ് ഏകവചനമായിട്ട്. അപ്പൊ സമ്മാ.
തുമ്മുൻ അപ്പൊ അതിന്റെ ബഹുജനം എന്തായിരിക്കും വരിക? തുമ്മുൻ സുമ്മുൻ. അപ്പൊ അസമ്മുണ്ട്, അതിന്റെ ബഹുജനം കിട്ടി, സുമ്മ കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഈ സുമ്മും ബുക്കുമും അമ്മിന്റെ ഏകോചനം ബഹുജനം ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ അസമ്മുണ്ട്, ബുക്കുമിന്റെ ഏകോചനം അബുക്കമ്, അമ്മിന്റെ ഏകോചനം അമ, സുമ്മിന്റെ ബഹുജനം അസമ്മ്. അതേപോലെ ബാക്കി വരുന്ന കളറുകൾ അസ്ഫർ, അഹ്മർ. അഹ്മറിന്റെ സ്ത്രീലിംഗം അഹ്മറിന്റെ മീമിന് സുക്കൂനല്ലേ? മീമിന് സുക്കൂനല്ലേ? രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂനാണ്. ഹംറാ. ഹംറ. അതേപോലെ അസ്ഫർ ഏതായത്തിലാണ് പഠിച്ചത്? സഫ്രാ. പഠിച്ചിട്ടുണ്ട്. മഞ്ഞ സഫർ എവിടെ? കളർ മഞ്ഞ എവിടെ പഠിച്ചത് നമ്മള്? അൽ ബക്കറയില് പശുക്കൾ. അത് തന്നെ. അപ്പൊ സഫ്രാ. അപ്പൊ ബക്കറത്ത് സീലിംഗ് ആയതുകൊണ്ടാണ് സഫ്രാ എന്ന് പറഞ്ഞത്. ബക്കറത്തുൻ സഫ്രാ. അതിന്റെ ബഹുജനമാണ് സുഫർ. അതേപോലെ അസ്വദ്. അസ്വദിന്റെ സൗദ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അസ്വദ് വെളുത്തതാണോ? അല്ല, കറുപ്പ്. കറുത്തത്. അപ്പൊ സൗദ എന്ന് പറഞ്ഞാൽ കറുപ്പി. എല്ലാത്തിനും നമ്മൾ അർത്ഥം നോക്കിയിട്ടല്ല പേരിടുന്നത്. അങ്ങനെയാണെങ്കിൽ പല പേരുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലതൊക്കെ നമ്മൾ ആളുടെ പേര് നോക്കിയിട്ടാണ് ഇടുന്നത്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഉസ്മാൻ എന്നതൊന്നും അർത്ഥം നോക്കിയിട്ടുള്ള പേരല്ല. അങ്ങനെ പേരുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ മലയാളത്തിലും അങ്ങനെ കുറെ പേരുകളുണ്ട് അർത്ഥം നോക്കിയിട്ടുണ്ട്. മലയാളത്തില് ഭാഷയിൽ വരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായ അല്ലെങ്കിൽ പരിചയത്തിലുള്ള പലരുടെയും പേരൊക്കെ നോക്കാം. മലയാളത്തിൽ നോക്കിയാൽ അവയ്ക്കൊക്കെ അർത്ഥം ഉണ്ടാവും. പക്ഷെ ആ അർത്ഥത്തിലല്ല പേര് ഉപയോഗിക്കുന്നത്. പേരായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പേരായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽപ്പെട്ടതാണ് സൗദ, ഉസ്മാനും ഒക്കെ ഉള്ളത്. ഫാത്തിമയൊക്കെ അങ്ങനെയാണ്. അബിയദ്, ബൈദാഉ. ബൈദാഉ പഠിച്ചിട്ടില്ലേ ഖുർആനില്? ബൈദാഉ ഫാഖിഉൻ ലൗനുഹാ തസുർ ലസ്സത്തൻ ലിശ്ശാരിബ് അല്ല ബൈദാഉ എവിടെയുണ്ട്? ഓക്കെ, ബൈദാ. അപ്പൊ അതിന്റെ ബഹുജനം എന്തായിരിക്കും? ബുയ്ലുൻ. പക്ഷേ ശരിക്കും അത് ബീലുൻ എന്നാണ് ഉപയോഗിക്കുക. താഴെ വരുന്നുണ്ട്. അബിയലു ജംഉഹു ബീലുൻ ബിൽ കസ്രി വഅസ്ലുഹു ബുയ്ലുൻ. ബുയ്ലുൻ എന്നാണ് അതിന്റെ അസ്ല്. ബിൽ ലമ്മി വകുസിറത്തിൽ ബാഉ ബി മുനാസബത്തിൽ യാഇ. യാഉമായി യോജിച്ചു വന്നതുകൊണ്ട് ചെയ്തിരിക്കുന്നു, അടുത്ത് വന്നതുകൊണ്ട്. യായിനോട് ഒപ്പം വന്നു, സമീപത്ത് വന്നത് കൊണ്ട് എന്ത് ചെയ്തു? അതിനെ കെസർ കൊടുത്തു. കുസിറത്ത് കെസർ ചെയ്യപ്പെട്ടു. അബിയൽ കഴിഞ്ഞാൽ പിന്നെ അഴിയനു. അഴിയൻ എന്താ? അഴിയൻ എന്ന് പറഞ്ഞാല് വിശാല കണ്ണ്, വിശാലമായ കണ്ണ്, വിശാലമായ കണ്ണുള്ളവൻ അഴിയൻ. അപ്പൊ അതിന്റെ സ്ത്രീലിംഗം ഐനാഉ. പിന്നെ അതിന്റെ ബഹുവചനം ഒഴീനല്ല. ഇവിടെ വന്നതുപോലെ ആണെങ്കിൽ എന്താവും?
ഐൻ 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 അതാണ് ഹൂറുൻ ഐൻ. ഇരുണ്ട ഇരുണ്ടല്ല, ഹൂറ് അല്ല. ഇരുണ്ട കണ്ണെന്നാണ് പറഞ്ഞത്. അതെ ഐൻ ഐൻ എന്നാണ് വിശാലാക്ഷികൾ. ഓക്കെ. അപ്പൊ ഇത് ഇത് പല പാഠങ്ങൾ തരുന്നുണ്ട്. നമുക്ക് പഠിക്കുക ഖുർആനിൽ വരുന്ന പല പദങ്ങളുടെയും ഏകവചനവും ബഹുവചനവും ഓർമ്മിച്ച് വെക്കാനുള്ള എളുപ്പ വഴിയാണ്. അത് മാത്രമല്ല അറബി ഭാഷയിൽ ഇങ്ങനെയുണ്ട്, ഘടനയുണ്ട്. ആ ഘടന അനുസരിച്ചാണ് പദങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ അബക്കമിന്റെ ബഹുവചനം എന്താണ്? ആഴ്മയുടെ ബഹുവചനം. അതെ, ആഴ്മയുടെ ബഹുവചനം. അസമ്മിന്റെ ബഹുവചനം സുമ്മുൻ. അസ്ഫറിന്റെ സ്ത്രീലിംഗം അബിയലിന്റെ സ്ത്രീലിംഗം ബൈള. ഈ പാറ്റേൺ പഠിച്ചാൽ നമുക്ക് ഉപയോഗമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പല പദങ്ങളും റയർ യൂസേജ് ആണെങ്കിലും നമുക്ക് അതുകൊണ്ട് എന്തുണ്ട്, ഉപയോഗങ്ങൾ ഉണ്ട്. അൽ ഹാദി അഷർ, അത്തംരീനുൽ ഹാദി അഷർ. സിഖത്തുൻ, നമ്മള് സിഖത്ത് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞല്ലോ. എന്റെ ഒരു വാക്ക് നേരത്തെ പറഞ്ഞായിരുന്നു പാഠത്തിൽ. കോൺഫിഡൻസിനാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഉറപ്പ്, സ്വയം ഉറപ്പുണ്ടാകണം എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. കോൺഫിഡൻസ് ഉണ്ടാകണം എന്ന അർത്ഥമാണ്. സിഖത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പ്. മസ്ദറു സിഖത്തുൻ, മസ്ദറു വസിഖ. വസിഖയുടെ ക്രിയാധാതുവാണ് സിഖത്തുൻ. വസിഖ, ഉറപ്പിച്ചു. വലഹു മസ്ദറുൻ ആഖറു, അതിന് വേറെയും ക്രിയാധാതു ഉണ്ട്. ബിൽ വാവി, വാവ് കൊണ്ട്. അപ്പൊ വസിഖ എന്നത് വാവുള്ളതാണ്, വാവുള്ള ക്രിയയാണ്, വാവിൽ തുടങ്ങുന്ന ക്രിയയാണ്. അൽ മിസാലുൽ വാവിയു, ഈ ദുർബലാക്ഷരങ്ങളുടെയൊക്കെ പേര് നമ്മൾ പഠിച്ചായിരുന്നു. ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകൾക്ക് പേര് കൊടുത്തായിരുന്നു. ഓർമ്മയുണ്ടോ? 3 പേരുകൾ ഓർമ്മിച്ചേക്കുക. മിസാൽ, ദുർബലാക്ഷരം തുടക്കത്തിൽ വന്നത്. മിസാൽ. അജ്വഫ്, ജൗഫ് എന്താ? ജൗഫ് വയറ്, വയറ്. അൽ അജ്വഫ് എന്ന് പറഞ്ഞാൽ മധ്യത്ത് ദുർബലാക്ഷരം ഉള്ളത്. പിന്നെ അവസാനത്തിൽ ദുർബലാക്ഷരം വന്നാൽ എന്ത് സംഭവിക്കും? ലമ്മൊക്കെ വരുമ്പോൾ അവസാനത്തിൽ ദുർബലാക്ഷരം വന്നാൽ ലം വന്നാൽ പോവില്ലേ? അപ്പൊ അതുകൊണ്ട് പറയുന്നതാണ് അതിന്റെ പേര് നാക്കിസ്, കുറവ് വരുന്നത്. അപ്പോ മിസാല്, അജ്വഫ്, നാക്കിസ്, ഇതാണ് 3 പേര്. നമ്മള് ദുർബലാക്ഷം ദുർബലാക്ഷരത്തിൽ തുടങ്ങിയാൽ മിസാല്, മധ്യത്ത് വന്നാൽ അജ്വഫ്, അവസാനം വന്നാൽ നാക്കിസ്. പിന്നെ അതല്ലാതെയും വേറെ പേരുകളുണ്ട്. അതായത് 2 ദുർബലാക്ഷരങ്ങൾ വരുന്നതിന് വേറെ പേരുകളുണ്ട്. നമ്മൾ അത് അങ്ങനെ ഒരു ഭാഗമായിട്ട് പഠിക്കാത്തതുകൊണ്ട് അതിലേക്ക് പോകേണ്ടതില്ല, ഇപ്പൊ പോകേണ്ടതില്ല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞാൽ മിസാലുൽ വാവിയു. അപ്പൊ അൽ മിസാലുൽ വാവി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ദുർബലാക്ഷരം തുടക്കത്തിൽ വന്നതും അത് വാവായിട്ടുള്ളതുമായ ക്രിയകൾ. ലഹു മസ്ദറാൻ, അങ്ങനെയുള്ള ക്രിയകൾക്ക് 2 തരം ക്രിയാധാതുക്കൾ ഉണ്ടാകും. ലഹു മസ്ദറാൻ. അഹദുഹുമാ ബിൽ വാവ്, അതിലൊന്ന് വാവ് കൊണ്ടായിരിക്കും ഉള്ളത്. വൽ ആഖറു ബിഗൈരിഹാ, മറ്റേത് അത് കൂടാതെയുള്ളത്. ബിഗൈരി എന്ന് പറഞ്ഞാൽ കൂടാതെ. ഓക്കെ. അപ്പൊ അതിൽ പെട്ടതാണ് സിഖത്തുൻ എന്നത് വാവില്ലാത്ത ക്രിയാധാതുവാണ്. വലഹു മസ്ദറുൻ ആഖറു ബിൽ വാവി വുസൂഖുൻ, വാവുള്ള ക്രിയ എന്താണ്? വാവുള്ള ക്രിയാധാതു വുസൂഖുൻ എന്നാണ്. വുസൂഖുൻ.
ഹാത്തിൽ മസ്തറ മിനൽ അഫ്ആൽ ആത്തിയ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ക്രിയകളുടെ ക്രിയാധാതുക്കൾ കൊണ്ടുവരിക. മസ്ദറൈൻ, ഹാത്തി അൽ മസ്ദറൈൻ, രണ്ട് ക്രിയാധാതുക്കൾ കൊണ്ടുവരിക. മിനൽ അഫ്ആൽ ആത്തിയ തുടർന്ന് വരുന്ന ക്രിയകൾ. വസഫ യസിഫു ക്രിയാധാതു എന്ത് പറയും? വാവുള്ള ക്രിയാധാതുവാണെങ്കിൽ ശരിക്കും വാവുള്ളതിന് ഇതേ പാറ്റേൺ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇതേ പാറ്റേൺ തന്നെ ആയിക്കൊള്ളണമെന്നുള്ള. ഇവിടെ പാറ്റേൺ അല്ല പറഞ്ഞത്, മറിച്ച് എന്താണ് പറഞ്ഞത്? വാവുള്ളതും വാവില്ലാത്തതും എന്നാണ് പറഞ്ഞത്. വാവുള്ളതും വാവ് ഇല്ലാത്തതും എന്നാണ് പറഞ്ഞത്. അഹദുഹുമാ ബിൽ വാവി വൽ ആഖറു ബിഗൈരിഹ എന്നാണ്. അപ്പൊ വാവുള്ളതിന് അതേ പാറ്റേൺ, നീ പറഞ്ഞ അതേ പാറ്റേൺ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഉദാഹരണം, വസഫ ഈയുടെ ക്രിയാധാതു നമ്മൾ എന്താ പഠിച്ചത്? പിന്നെ വസ്ഫുൻ. വസ്ഫ് വിശേഷണം. വസ്ഫ് എന്നും പറയാം, സിഫത്തിനെന്നും പറയാം. വസഫ യസിഫു വസ്ഫുൻ വ സിഫത്തിൻ. സിഫത്തിൻ എന്നും പറയാം, വസ്ഫുൻ എന്നും പറയാം. അപ്പൊ വസല ആണെങ്കിലോ, വസല യസിലു സിലത്തുർ റഹിം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിലത്തുർ റഹിം. അപ്പൊ എന്താണ്? വാവില്ലാത്തതാണെങ്കിൽ സിലത്തുൻ, വാവുള്ളതാണെങ്കിൽ ഇവിടെ വസ്ഫ് പോലെ തന്നെയാണ്, വസ്ലുൻ, ചേർക്കൽ. കേട്ടോ, വസല വസല ചേർത്തു. സിലത്തുർ റഹിം കുടുംബ ബന്ധം ചേർക്കൽ. വസ്ലുൽ കലിമത്തൈൻ എന്ന് പറയും, രണ്ട് പദങ്ങൾ ചേർത്ത് പറയാ. അപ്പൊ വസ്ൽ എന്നും പറയും, അതേപോലെ സിലത്തെന്നും പറയും. വാളയാണെങ്കിലോ അത് നമ്മൾ ഒരുപാട് അറിയാം, ഒരുപാട് കേട്ടും. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? വാള എഴുതുണ്ട് ക്രിയാധാതു അയലത്തുൻ. അയലത്തുൻ വാള എഴുതു അയലത്തുൻ വഅലുൻ. ഓക്കെ. അതേപോലെ വഅദയാണെങ്കിലോ വഅല യഇലു അല വഅദ യഇദു വഅദുൻ വഇദത്തുൻ. വഅദുൻ അല്ല വഅദുൻ വഇദത്തുൻ. വഅദ വാഗ്ദാനം ചെയ്തു, വഅദുൻ വാഗ്ദാനം, ഇദത്തുൻ എന്നും പറയാം. അതേപോലെ വഹബ യഹബു, വഹബ യഹബു. വഹബുൻ അതേപോലെ ഹിബത്തുൻ. വഹബുൻ വഹിബത്തുൻ. വസമ യസിമു. വസമ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്യുക. വസമ യസിമു പറഞ്ഞ പോലെ തന്നെ വസ്മുൻ വസീമത്തുൻ. വസ്മുൻ വസീമത്തുൻ. വസന യസിനു. വസ്നുൻ വസീനത്തുൻ. വസ്നുൻ വസീനത്തുൻ. ഒന്നുകൂടെ പറഞ്ഞു നോക്കുക. വസഫ യസിഫു സിഫത്തുൻ. വസല യസിലു വസിലത്തുൻ. വഅല യഇലു വഅദ യഇദു വഹബ യഹബു വഹിബത്തുൻ. വസമ യസിമു സിമത്തുൻ. വസന യസിനു
വസ്നുൻ വസ്നത്തുൻ. ഇവിടെ എല്ലാം നമുക്ക് എളുപ്പമുള്ള രീതിയിലുള്ള ക്രിയകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാമേ വസഫ യസിഫു സിഫത്തുൻ വസല യസിലു സിലത്തുൻ വഅല യഅലു. അല്ല, വസഫ യസിഫു വസ്ഫുൻ വസിഫത്തുൻ വസല യസിലു വസ്ലുൻ വസിലത്തുൻ വഅല യഅലു വഅലുൻ വഇബത്തുൻ വഅദ യഅദു വഅദുൻ വഇദത്തുൻ വഹബ യഹബു വഹബുൻ വഹിബത്തുൻ വസമ യസ്മു വസ്മുൻ വസിമത്തുൻ വസന യസ്നു വസ്നുൻ വസീനത്തുൻ. ഓക്കെ. തുജ്മഉ ഹുജ്റത്തുൻ. ഹുജ്റത്ത് എന്താ? മുറി. ഹുജ്റത്ത്. അത് എങ്ങനെയാണ് ജംആക്കപ്പെടുന്നത്? തുജ്മഉ ജംആക്കപ്പെടും. അല ഹുജുറാത്തിൻ. ഹുജുറാത്തിൻ അല വന്നതുകൊണ്ട് ഹുജുറാത്തിൻ എന്ന് പറയാം. അല ഹുജുറാത്തിൻ. ഹുജുറാത്ത് എന്നാണ് അതെന്ത് ചെയ്യുന്നത്? ജംആക്കപ്പെടും. ഹുജറത്തിന്റെ ജംഅ ഹുജുറാത്ത്. രണ്ടാം ജീമിന്റെ അടയാളം എന്താണ്? ലമ്മത്താണ്. ലമ്മാണ്, ലമ്മ. ഹുജുറാത്തുൻ. ഹുജുറാത്തുൻ ദമ്മിൽ ജീമി. ജീമിന് ദമ്മ് കൊടുത്തുകൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നത്? ജംആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇജ്മാഉൽ അസ്മാഇൽ ലാത്തിയ ഹാദൽ ഹാദൽ ജംഅ്, ഈ ബഹുവചനം അനുസരിച്ച് എന്ത് ചെയ്യുക? ജംആക്കുക. ഗുർഫത്തുൻ. ഗുറുഫാത്തുൻ. ഗുറുഫാത്തുൻ. ശുർഫത്തുൻ. ശുറുഫാത്തുൻ. ശുറുഫാത്തുൻ. ഖുത്വത്തുൻ. ഖുത്വാത്തുൻ. വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ. ഖുത്വാത്തി ശൈത്വാൻ. ഗുർഫത്ത് മുറി. ഗുർഫത്തും ഹുജ്റത്തും ഒരുപോലെ തന്നെയാണ്. ഷുർഫത്ത് എന്താ? ഷുർഫത്ത് നമ്മുടെ എന്തായാലും പറയാ ബാൽക്കണി. കാൽപ്പാട്. കാൽപ്പാട്. ചുവട്. ചുവട് വെപ്പ്. കാൽപ്പാട്. കാലടിപ്പാട്ടുകൾ പിന്തുടരുത്. എത്താനെ പിന്നാലെ പോരുന്നു. അൽ ബഖറയിലല്ലേ? അതെ. ഓക്കെ. തംലീൽ റിസാല ശേഷം അഊദു ബില്ലാഹി അൻ നകൂന മിനൽ കാദിബീൻ. ഖുർആനിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഗ്രാമർ എല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നില്ല. കുറെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ട കുറെ സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒരു സംഗതിയാണ് ഈ പറയുന്നത്. അഊദു ബില്ലാഹി അൻ അകൂന മിനൽ കാദിബീൻ. നമ്മൾ എന്താ അതിന്റെ അർത്ഥം പറയാ? കളവ് പറയുന്നവരിൽ നിന്ന്. അൻ അകൂന മിനൽ കാദിബീൻ. കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്നല്ലേ? നിന്നു എന്ന് എവിടെ കിട്ടി? അഊദു ബില്ലാഹി അൻ അകൂന എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാനാകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്നാണ് ശരിക്കും അതിന്റെ മീൻ. അപ്പൊ നിന്ന് എന്നെങ്ങനെ അർത്ഥം കിട്ടി? അവിടെ ഒരു മീൻ ഉണ്ട്. അസ്ലുഹു അഊദു ബില്ലാഹി മിൻ അൻ അകൂന. അസ്ലുഹു അതിന്റെ അടിസ്ഥാനം എന്താണ്? അഊദു ബില്ലാഹി മിൻ അൻ അകൂന എന്നാണ്. ബേസിക്കലി മിൻ അൻ അകൂന ഞാനാകുന്നതിൽ നിന്ന് എന്നാണ് അർത്ഥം. കമാ തഖൂലു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ അഊദു ബില്ലാഹി മിനൽ കമാ തഖൂലു അഊദു ബില്ലാഹി മിനൽ കദിബ്. ഞാൻ കളവിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടുന്നു അല്ലെ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ അവിടെ മിനൽ കദിബ് വന്നപ്പോഴത്തേക്ക് എന്തായി? മിൻ ഉപയോഗിച്ചു. അതേപോലെ അതേസമയം അൻ അകൂന മിനൽ കാദിബീൻ വന്നപ്പോൾ എന്ത് ചെയ്തു? മിൻ ഒഴിവാക്കി. എന്തുകൊണ്ടാണ്? യജൂസു ഹസ്ഫു ഹർഫിൽ ജരി. കസ്ർ വരുത്തുന്ന പദം ഒഴിവാക്കൽ
ഹസ്ഫ് എന്താ? ഒഴിവാക്കൽ. യജൂസു ജായിസാകും, അനുവദനീയമാകും. ഹർഫുൽ ജരി ഖബലൽ മസ്ദറിൽ മുഅവ്വൽ. മസ്ദർ മുഅവ്വൽ നമ്മൾ നേരത്തെ പറഞ്ഞു. മസ്ദർ മുഅവ്വൽ എന്താണ്? അന്നും മുദാരിയും ചേർന്ന് വരുന്ന ക്രിയാധാതു. അന്നും ഫേല് മുദാരിയും ചേർന്ന് ക്രിയാധാതുവിന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് മസ്ദർ മുഅവ്വൽ. മസ്ദർ മുഅവ്വൽ. അപ്പൊ മസ്ദർ മുഅവ്വലിന് മുമ്പ് ഹർഫ് ജർ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യാം? ഹർഫ് ജർ ഒഴിവാക്കാം. ഒഴിവാക്കൽ അനുവദനീയമാകുന്നു. തഖൂലു അമറന അല്ലാഹു ബി അൻ നുസല്ലി. അമറന അല്ലാഹു ബി അൻ നുസല്ലി. അമറന. അപ്പോ മിൻ മാത്രമല്ല, ഹർഫ് ജർ ഏത് വന്നാലും അങ്ങനെ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അമറൻ അല്ലാഹു, അള്ളാഹ് നമ്മോട് കൽപ്പിച്ചു. ബി അൻ നുസല്ലി. അമറയുടെ കൂടെ എന്ത് വരും? ബി വരും. അമറയുടെ കൂടെ വരേണ്ട ഒരു പദമാണ്, ഹർഫ് ജറാണ് ബി. അമറ കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? ബി അൻ നുസല്ലി, നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബി ഒഴിവാക്കിയും പറയാം. യജൂസ് എന്നാണ് പറഞ്ഞത്, അനുവദനീയമാണ്. അപ്പൊ ഔ അമറനല്ലാഹു അൻ നുസല്ലി, അള്ളാഹ് നാം നമസ്കരിക്കാൻ കൽപ്പിച്ചു. അപ്പൊ അതേപോലെയാണ് അഊദു ബില്ലാഹി അൻ അകൂന മിനൽ കാദിബീൻ എന്ന് പറഞ്ഞത്. അപ്പോ നമ്മൾ അർത്ഥം പറയുമ്പോൾ മിൻ വേണം. അങ്ങനെ അറിവ് ഖുർആന്റെ അവിടെ മിന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? നിന്നും എന്ന അർത്ഥം ഒഴിവാക്കണ്ട. മറിച്ച് ആ അർത്ഥത്തിലാണുള്ളത്. അവിടെ മിൻ എവിടെ പോയി എന്ന് ചോദിച്ചാൽ മിൻ ഒഴിവാക്കൽ അനുവദനീയമാണ്. മിൻ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട്. പക്ഷെ മിൻ ഒഴിവാക്കി പറയൽ അനുവദനീയമാണ്. الرابع عشر تساءلوا نتساءل عن الامتحان كيف يكون. ഇത് പാഠത്തിൽ വന്ന ഒരു സെന്റൻസ് ആണ്. നതസാഅലു അനിൽ ഇംതിഹാൻ, ഞങ്ങൾ പരീക്ഷയെ കുറിച്ച് ചോദിക്കുന്നു. കൈഫ യകൂനു, അതെങ്ങനെ ആയിരിക്കും? ഇതാണ് സെന്റൻസ്. എന്താ പറഞ്ഞ അമ്മ യതസാഅലൂൻ അല്ല, സൂറത്തു നാസിയാത്തിന്റെ അവസാനം എന്താ പറഞ്ഞത്? യസ്അലൂനക അവിടെ ഉണ്ട്. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ എന്ന് പറഞ്ഞതുപോലെ ഹാദാ കൈഫ യകൂനു. കൈഫ യകൂനു എന്ന് പറഞ്ഞ ഹുന, ഇവിടെ കൈഫ യകൂനു എന്ന് പറഞ്ഞത് എന്താണ്? ബദലുൻ. അതെന്താണ്? ബദലാണ്. നതസാഅലു അനിൽ ഇംതിഹാൻ, നതസാഅലു ഞങ്ങൾ പരസ്പരം ചോദിക്കുന്നു. എന്തിനെ കുറിച്ച് ചോദിക്കുന്നത്? അനിൽ ഇംതിഹാൻ, പരീക്ഷയെ കുറിച്ച് ചോദിക്കുന്നു. പരീക്ഷയെ കുറിച്ച് എന്ത് ചോദിക്കുന്നു? കൈഫ യകൂനു, അതെങ്ങനെയായിരിക്കും എന്ന് ചോദിക്കും. അല്ല ഡേറ്റിനെ കുറിച്ചല്ല ചോദിച്ചത്, അല്ല വേറെ എന്തിനെ കുറിച്ചല്ല ചോദിക്കും. അറിഞ്ഞെന്താ? കൈഫ യകൂനു. അപ്പോ ബദലാണ്. ഇനി ആ ബദൽ എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിനെ ഇപ്പം വിശദീകരിക്കുന്നില്ല. കൈഫ യകൂനു എന്നത് എന്താണ്? ബദലാണ്. അപ്പൊ ഇംതിഹാൻ എന്നതിന്റെ ബദലാണ് കൈഫ യകൂനു. തൻസീൽ, തൻസീലിലുണ്ട് അഥവാ ഖുർആനിലുണ്ട്. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ. അപ്പൊ യസ്അലൂനക അനിസ്സാഅതി, അന്ത്യനാളിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അയ്യാന മുർസാഹ, അതെപ്പോഴാണ്? എപ്പോഴാണ് സംഭവിക്കുന്നത്? അതിന്റെ ഭവിക്കൽ എപ്പോഴാണ് എന്നാണ്. അൽ ബദലു, ഈ ബദൽ എന്ന് പറഞ്ഞാൽ, അപ്പോ ആദ്യം പറഞ്ഞതിന്റെ പകരം മറ്റൊന്ന് പറയുന്നു. ബദൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പകരം ചെയ്യും. അയ്യാന എന്നുള്ളത് അയ്യാൻ എന്ന് പറഞ്ഞാൽ അത് മബിനിയായ ഒരു പദമാണ്. മബിനി എന്ന് പറഞ്ഞാൽ ഉറച്ച പദമാണ്. മത്ത എന്നതാണ് അതിന്റെ അർത്ഥം. എപ്പോൾ. അയ്യാന എപ്പോൾ.
വെൻ. അൽ ബദലു അർബഅത്ത് അൻവാൻ. അപ്പോ ബദല് എന്തായിരിക്കും? There are 4 types of ബദൽ. 4 ഇനം ബദലുണ്ട്. ബദൽ എന്ന വാക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ മുമ്പ് ഉപയോഗിക്കുമായിരുന്നു. നിങ്ങള് പ്രദേശത്ത് എന്താണെന്ന് എനിക്കറിയില്ല. കത്തെഴുതിയാൽ, കത്ത് വന്നാൽ കത്തിന് വതിൽ എഴുതിയെന്ന് പറയും. ബ അല്ല ഉപയോഗിക്കുന്നത്, വതിൽ എഴുതിയെന്നാണ് പറയുന്നത്. വായാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ വന്നു എന്നുള്ളത് ബദൽ ബദൽ പറഞ്ഞിട്ട് അവസാനം വതിൽ എന്ന് ആയിത്തീർന്നായിരിക്കാം. കാരണം എന്റെ ഗ്രാൻഡ്മയുടെ എഴുത്തുകാരനായിരുന്നു ഞാൻ. അപ്പൊ ഗ്രാൻഡ്മ കത്തിന് വതിൽ എഴുതണമെന്ന് പറയും. കത്ത് വന്നാൽ ഞാൻ ചെല്ലുന്നവരെ അത് വായിക്കാൻ വേണ്ടി വെച്ചേക്കും. ഞാൻ വായിച്ചാലേ ശരിയാവണമെന്നാണ്. വേറെ ആരെ കൊണ്ട് വായിപ്പിച്ചാലും ഒന്നുകൂടെ എന്നെ കൊണ്ട് വായിപ്പിക്കും. ഗ്രാൻഡ്മാക്ക് മലയാളം വായിക്കാറില്ല. വായിക്കാൻ അറിയുന്നത് അറബി മലയാളമാണ്. അറബി മലയാളത്തിന്റെ കിതാബ്, ഒരുപാട് കിതാബുകളുണ്ട്. ആ കിതാബുകൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. മലയാളത്തിൽ കത്ത് എഴുതണമെങ്കിലും വായിക്കണമെങ്കിലും ഞാൻ വേണം. അപ്പൊ കത്തിന് ബദൽ എഴുതണമെന്നാണ് പറയുന്നത്. വായോ ബായോ എന്നുള്ളത് എനിക്ക് തിരിയുന്നില്ല. എന്തായാലും ബദൽ എന്നാണ് കേട്ടുള്ളത്. അപ്പൊ അങ്ങനെ മലയാളത്തിലെ വാക്കുകൾ പലതും, അല്ല അറബിയിലെ വാക്കുകൾ പലതും മലയാളത്തിൽ ഉപയോഗിച്ചിരുന്ന കൂട്ടത്തിലുള്ള ഒരു വാക്കാണ്. അപ്പൊ ബദൽ പകരം അല്ലെങ്കിൽ പ്രതിവചിക്കൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഇവിടെ എന്താണ്? പകരമാക്കുന്നത് എന്ന്. അപ്പൊ ബദല് അൽ ബദലു അർബഅത്തു അൻവാഇൻ, 4 ഇനമുണ്ട്. ഒന്നെന്താ? ബദലുൽ കുല്ലി മിനൽ കുല്ലി, പൂർണ്ണമായും ഒന്നിന് പകരം മറ്റൊന്ന് പറയുക. ഉദാഹരണം, നജഹ അഹൂക മുഹമ്മദ്. നജഹ അഹൂക, നിന്റെ സഹോദരൻ ജയിച്ചു. മുഹമ്മദ്. അപ്പൊ അഹിന് പകരമാണ് പൂർണ്ണമായും മുഹമ്മദ് ഉപയോഗിച്ചത്. അതിന് സംശയമൊന്നുമില്ല അല്ലെ? അഹൂക എന്നത് ഏത് സഹോദരനാണ് എന്ന് പകരം പറഞ്ഞതാണ് മുഹമ്മദ്. അപ്പോ അഹിന് എന്ത് ചെയ്തു? പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട് അവിടെ. സാനി അൽ ബഅദു മിനൽ കുല്ലി, ആദ്യം കുല്ല് പറയും, പിന്നീട് എന്ത് ചെയ്യും? അതിനെ കുറച്ച് പറയും. ബഅദ് കുറച്ച്. ശ്രദ്ധിച്ചോണം. അപ്പോ ഇന്നോ ഇന്നലെ നമസ്കാരം നിന്നപ്പോഴത്തേക്ക് ആയത്ത് മുറിച്ച് ഓതുമ്പോഴത്തേക്ക് അർത്ഥം അറിയാത്തവരാണെങ്കിൽ പൊട്ട തെറ്റുകളായിരിക്കും ഓതുക. വളരെ ഗുരുതരമായ തെറ്റുകൾ ഉണ്ടാവും. നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്ന, ഖുർആന്റെ അർത്ഥം പഠിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അതും കൂടിയാണ്. നമ്മൾ വായിക്കുമ്പോൾ, പറയുമ്പോൾ, കേൾക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ വേറെ ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെ പറയുന്ന ഇടയ്ക്കൊന്നും നിർത്താൻ പാടില്ല. നിർത്താൻ പാടില്ല. നിർത്തിയാൽ എന്താവും? ചിലപ്പോ സാരമായ അർത്ഥവ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഒരു ഭാഗമാണിത്. അക്കൽത്ത് ദജാജത്ത, ഞാൻ കോഴിയെ തിന്നു. കോഴിയെ തിന്നു പറഞ്ഞിട്ട് പിന്നെന്ത് പറഞ്ഞു? നിസ്ഫഹ, പകുതിയെ തിന്നുള്ളൂ. അപ്പൊ അദ്ദജാജത്ത് എന്ന് പറഞ്ഞത് എന്തായി? പൂർണ്ണമാണ്. അദ്ദജാജത്ത്, അക്കൽത്തു ദജാജത്ത, ഞാൻ കോഴിയെ തിന്നു. പക്ഷെ എന്റെ ബദല് പിന്നെ ബാക്കി പറയുന്നുണ്ട്, നിസ്ഫഹ. അതിന്റെ പകുതിയെ തിന്നുള്ളൂ. നിസ്ഫത പകുതി. അസാലിസ്, മൂന്നാമത്തെ ഇനം ബദലുൽ ഇഷ്തിമാല്. ഇഷ്തിമാൽ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അതിന്റെ ഇനം, അതിന്റെ വിശദീകരണം, അതുപോലുള്ള സംഗതി. ഉദാഹരണം, അൽജബനി ഹാദൽ കിതാബ്, ഈ ഗ്രന്ഥം എന്നെ ആശ്ചര്യപ്പെടുത്തി. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. എന്നെ ആശ്ചര്യപ്പെടുത്തി. അൽജബനി ഹാദൽ കിതാബ്, എന്താണ് ആ കിതാബിന്റെ, എന്താണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്? ഉസ്ലൂബുഹു, അതിന്റെ ശൈലിയാണ്.
അതിന്റെ ശൈലിയാണ് എന്നെ ഇഷ്ടപ്പെടുത്തിയത്. ഉസ്ലൂബ്, ശൈലി, സ്റ്റൈല് എന്ന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഷാ ശൈലിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉസ്ലൂബ് എന്ന് പറയുമ്പോൾ ലിറ്ററസി എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ആ കിതാബ് എന്നെ ഇഷ്ടപ്പെടുന്ന അതിന്റെ കളറോ അതിന്റെ ബൈൻഡിങ്ങോ അല്ല, മറിച്ച് എന്താ, ഉസ്ലൂബുഹു, അതിന്റെ ശൈലി, അതിന്റെ എഴുത്തിന്റെ ശൈലിയാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ എന്തായി, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അതാണ് ഇഷ്തിമാല്. അറാബിയ അൽ ബദൽ മുബായിൻ. മുബായിൻ എന്താ, ബയ്യന, വ്യക്തമാക്കി. വ്യക്തമാക്കി. ഉദാഹരണം പറഞ്ഞാല് അഴ്ത്തിനുൽ കിതാബ്, പുസ്തകം തരൂ. അപ്പൊ പുസ്തകം തരൂ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല ഏത് പുസ്തകം എന്ന് വ്യക്തമാക്കുന്നതിന് ബദൽ ഉപയോഗിച്ചു. ഏതാണത്? അദ്ദഫ്തർ, നോട്ട്ബുക്ക്. അഴ്ത്തിനുൽ കിതാബ് അദ്ദഫ്തർ, നോട്ട്ബുക്ക് എനിക്ക് തരൂ. അഴ്ത്തിനി എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. എന്റെ മാവ് എന്താണ്? നാം നൽകി എങ്ങനെ പറയും? നാം നൽകി, നാം നിനക്ക് നൽകി എങ്ങനെ പറയും? لا يشترط في البدل أن يطابق المبدل منه في التعريف والتنكير. فلا يشترط ഷർത്ത് അല്ല. ഷർത്ത് എന്താ? നിബന്ധനയാണ് കേട്ടോ. നമസ്കാരത്തിന് ഷർത്തുണ്ടെന്ന് പറയുമല്ലോ, അപ്പൊ ആ ഷർത്താണ്. ലാ യുഷ്തറത്തു, നിബന്ധനയാക്കപ്പെടുകയില്ല. ഇഷ്തറത്തു, നിബന്ധനയാക്കപ്പെടുകയില്ല. ഫിൽ ബദലി, ബദലിന്റെ കാര്യത്തിൽ. ഇവിടെ രണ്ട് വാക്കും പറഞ്ഞല്ലോ, ഒന്ന് ബദലും അൽ മുബദലു മിൻഹു എന്നൊക്കെ പറയും. അപ്പോ ഫിൽ ബദലി, ബദലിൽ ഇതല്ല, നിബന്ധനയില്ല. യോജിച്ചു വരിക, മാച്ചിങ്. അൽ മുബദല മിൻഹു, ഏതിന് പകരമാണ് വരുന്നത്. ഒന്നാമത് പറഞ്ഞാണ് മുബദൽ മിൻഹു, രണ്ടാമത് പറഞ്ഞത് ബദൽ, ഏതിൽ നിന്നാണ് പകരം വരുന്നത് എന്ന. അൽ മുബദൽ മിൻഹു ഫി തഅരീഫ്. തഅരീഫ് എന്താ? ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ് എന്നുള്ളത്. തഅരീഫ് ഡെഫിനിറ്റോ ഇൻഡെഫിനിറ്റോ എന്ന കാര്യത്തിലും. വത്തൻകീർ, തഅരീഫും തൻകീർ എന്ന് പറയുമ്പോൾ ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ്. തഅരീഫ് എന്ന് പറയുമ്പോൾ എന്തായി? ഡെഫിനിറ്റ് ആയി. തൻകീർ എന്ന് പറഞ്ഞാൽ എന്തായി? ഇൻഡെഫിനിറ്റ്. അപ്പൊ തഅരീഫ് തൻകീറിൽ ഇതല്ല, നിബന്ധനയല്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അവരെ സിറാത്തല്ലദീന ചേർത്ത് വരുന്നുണ്ട്. അപ്പൊ അത് വരെ ഇവിടെ എന്താ പറഞ്ഞത്? അകൽതു കിതാബ ഉസ്ലൂബുഹു അഴ്തിനുൽ കിതാബ് അഖൂക മുഹമ്മദുൻ. അങ്ങനെ എനിക്ക് വന്നിരിക്കുന്നത്. യുബ്ദലുൽ ഇസ്മു മിനൽ ഇസ്മി, നാമത്തിന് പകരം വേറൊരു നാമം പകരം വരും. വൽ ഫിഅലു മിനൽ ഫിഅലി, ഒരു ക്രിയയ്ക്ക് പകരം മറ്റൊരു ഫിഅല് വരും. വൽ ജുംലത്തു മിനൽ ജുംലത്തി, ഒരു ജുംലയ്ക്ക്, ഒരു സെന്റൻസിന് പകരം മറ്റൊരു സെന്റൻസ് വരും. വൽ ജുംലത്തു മിനൽ മുഫ്രദി, മുഫ്രദിന് പകരം ജുംലയും വരും. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക്. ഇവിടെ അർത്ഥം ഒറ്റ വാക്കെന്നാണ്, ഏകവചന അർത്ഥം. ഒറ്റ വാക്കിന് പകരം ജുംല വരും. അല്ലെങ്കിൽ വൽ ജുംലത്തു മിനൽ മുഫ്രദി, മുഫ്രദിന് പകരം ജുംലയും വരും. ഓക്കെ, ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മളിവിടെ നിർത്തുകയാണ്. ഉദാഹരണങ്ങൾ, ഖുർആനിൽ നിന്നുള്ള ഉദാഹരണങ്ങളാണ് അലിഫ് ബ ജീം ദാൽ വരെ ഉള്ളത്. എല്ലാം ക്ലിയർ അല്ലേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം?
ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടു നോക്കാം. അഴ്ത്ത എന്ന് പറഞ്ഞാൽ നൽകി അല്ലേ? അടുത്ത നൽകി. അഴ്ത്ത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ആരാണ് നൽകുന്നത്? അമ്മാമൻ അഴ്ത്ത വത്തഖ. ഓക്കെ. അത്താ എന്ന് പറഞ്ഞാല് അത്താ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത്തായുടെ ഹംസ് കഴിഞ്ഞിട്ട് എന്താണ്? ത്വാ ആണ്. പിന്നീടാണ് അലിഫും ഐനും വന്നിരിക്കുന്നത്. അത്തായുടെ അസുല് എന്തായിരിക്കും? 3 അക്ഷരം പറഞ്ഞാല് ത്വാ വാവ് ഐനാണ്. തൗഅൻ എന്നാണ് അതിന്റെ ഇത് വരുന്നത് അല്ലെ? തൗഅൻ കർഹൻ. വാവ് ഐനാണ്. ഇവിടെ എന്താണ്? അഴ്ത്ത എന്നതിന്റെ 3 അക്ഷരം ഏതൊക്കെയാണ്? അഴ്ത്ത എന്ന് പറഞ്ഞതിന്റെ 3 അക്ഷരം അലിഫ് ഹംസ് ഐന് ത്വാ. അഴ്ത്ത എന്ന് പറഞ്ഞെടുത്ത് എത്ര അക്ഷരമുണ്ട്? അഴ്ത്ത എന്ന് പറഞ്ഞെടുത്ത് എത്ര അക്ഷരം? അഴ്ത്ത എന്ന് പറഞ്ഞെടുത്ത് എത്ര അക്ഷരമുണ്ട്? 4. ഹംസ് ഐന് ത്വാ അതായുടെ പോലെ 4 ഉണ്ട്. ഹംസ അല്ല അതിന്റെ ബേസിക് ലെറ്റർ. ഹംസല ഗ്രൂപ്പ് ആക്കിയതാണ്. പിന്നീട് ഐന് ത്വാ യാ ആണ് ബേസിക് ലെറ്റേഴ്സ്. ഐന് ത്വാ യാ. അഴ്ത്ത എന്ന് പറഞ്ഞില്ലേ? അതാ എന്നെഴുതുന്നത് ഹാ ദാല് യാ ആണ്. അതേപോലെ ഐന് ത്വാ യാ ആണ് എന്ത്? അഴ്ത്തയുടെ ബേസിക്. അത്തായുടെ ബേസിക് എന്താ? ത്വാ വാവ് ഐന്. നമ്മൾ കുറച്ച് ഇങ്ങനെ വായിച്ച് പോകുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ ക്ലിയർ ആവും. സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ഇപ്പോഴും. ഓക്കെ. അനുസരണക്ക് പറയല് അത്ത അനുസരിച്ചു. ത്വാഅത്തിനാണ് എന്റെ ക്ലിയർ. തൗഅൻ എന്നും പറയും. സ്വാമി അനുസരണയോട് കൂടി എന്ന അർത്ഥം. അത് അനുസരണയോട് കൂടി എന്ന് പറഞ്ഞാൽ സുമേധയ. കർഹൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. അഹ്റസ് മുഹുഗനാണോ ഉസ്താദ് അർത്ഥം? അഹ്റസ് അതെ. അബുക്കമും അഹ്റസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അബുക്കമും അഹ്റസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് അഹ്റസ് എന്ന് പറഞ്ഞാല് സൃഷ്ടിപ്പിന് തന്നെ എന്താണ്? അയാൾക്ക് ശബ്ദം ഉണ്ടാക്കാൻ കഴിയില്ല. സൃഷ്ടിപ്പിന് തന്നെ അയാൾക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയില്ല. അതേസമയം അബുക്കമാണെങ്കിലോ നമ്മൾ സാധാരണ പൊട്ടന്മാരെന്തായിരിക്കും പറയാ? ശബ്ദം ഉണ്ടാക്കും, പക്ഷെ അവര് വാക്കുകൾ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഓക്കെ. അപ്പോ ഭാഷ യഥാവിധി പഠിക്കാനും അതിലൂടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ഖുർആന്റെ ഇപ്പൊ നമ്മള് കൂടുതൽ ഖുർആന്റെ മീനിങ്ങിലേക്കാണ് പോകുന്നത്. ഖുർആന്റെ അർത്ഥതലങ്ങൾ, ആശയതലങ്ങൾ യഥാവിധി ആഴത്തിൽ പഠിക്കാൻ നമുക്കുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് നീ ഹിക്മത്ത് പ്രദാനം ചെയ്യണമെന്ന്, ആഴത്തിലുള്ള ജ്ഞാനവും ഉൾക്കാഴ്ചയും അവബോധവും പ്രതികരിക്കാനുള്ള ശൈലിയും രീതിയും എല്ലാ വിധത്തിലുള്ള വിജ്ഞാനങ്ങളും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമെന്നുള്ള. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.
صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.